പ്രസാദം തരുന്ന സമയത്താണ് ഈ പുള്ളിക്കാരൻ ഇത് നമുക്ക് എടുത്ത് തരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓക്കെ ഈ സംഭവമാണ് തരുന്നത്. അപ്പൊ മിക്കവാറും ആ അമ്പലം ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് ആ അമ്പലത്തിലേക്ക് ആൾക്കാർ ഒരുപാട് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഈ എക്സ്പീരിയൻഷ്യൽ ട്രാവൽ ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ? ഞാൻ യാത്ര ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എനിക്കൊരു പെയിൻഫുൾ എക്സ്പീരിയൻസിലാണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ തന്നെ തുടങ്ങിയത്. അവർക്ക് ലൈക്ക് അതിനകത്ത് നല്ല കട്ട് ഓഫ് ചെയ്ത് ഡീറ്റോക്സ് ചെയ്ത് കുറെ കൂടെ നാച്ചുറൽ വേൾഡ് ആയിട്ട് ബേർഡ്സ് ആയിട്ടും ബട്ടർഫ്ലൈസ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്തോടെ ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ സോളോ ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സോൾഫുൾ ട്രാവലാണ്. നമ്മളുടേതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ആണ് എല്ലായിടത്തും കാണുന്നത്. ഭയങ്കര ട്രിക്കിയാണ്. ആ സമയത്ത് ആക്ച്വലി ഒരു റോക്ക് ബാലൻസ് വെക്കും, ഒരു 3 കല്ലുകൾ ഇങ്ങനെ വെക്കും. അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റും. അവരുടേതായിട്ടുള്ള ഫാമിലീസിൽ ഈ ബാങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാറുണ്ട്. ഇതുവരെ അനുഭവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കാണാത്ത തരം ഹ്യൂമൻ ലൈഫ് നമുക്ക് അവിടെ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും പറ്റും. ഈ നേച്ചറായിട്ട് ഉള്ള അവരുടെ വാർ ക്രൈസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കോൾസ് ഉണ്ട്. അതെല്ലാം ഭയങ്കര നമുക്ക് ഇങ്ങനെ ഉള്ളിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അവരുടെ. ഈ ട്രാവൽ തന്നെയാണ് ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷനാണ് നമുക്ക് കിട്ടാൻ പറ്റുന്നത്. ഒരു പ്രാക്ടിക്കൽ എഡ്യൂക്കേഷനാണ്. ഏറ്റവും വലിയ ഹ്യൂമൻ ഗ്യാതറിംഗ് ആണ് കുംഭമേള. തവാങ്ങിൽ നമ്മൾ കുറച്ച് നാൾ താമസിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇതുപോലെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ, ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത കുറേ സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം ഒരു എക്സ്പീരിയൻഷ്യൽ ട്രാവൽ ക്യൂറേറ്റർ ആണ് ജോയിൻ ചെയ്യുന്നത്, ഷാംലിൻ സലിം. വെൽക്കം. ഹായ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പീരിയൻഷ്യൽ ട്രാവൽ ക്യൂറേറ്റർ ആണ്. എന്താണ് ഈ എക്സ്പീരിയൻഷ്യൽ ട്രാവൽ ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ? എക്സ്പീരിയൻഷ്യൽ ട്രാവൽ ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ ഉള്ള ഹോട്ടൽ ബുക്കിങ്സും സൈറ്റ് സീയിങ്ങും അല്ലാണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അവരുടെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്ത് ലോക്കൽ സ്റ്റേയ്സും അവരുടെ ആർക്കിടെക്ചറും അവരുടെ ആയിട്ട് ലോക്കൽ ഗൈഡ്സ് ആയിട്ട് ഇൻഡൽജ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ലൈക്ക് അവിടുത്തെ ഹിഡൻ പ്ലേസസ്, ആ സ്ഥലങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ആ സ്ഥലങ്ങളായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി വിസിറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതെ അതെ കുറച്ചും കൂടെ നമ്മൾ അവരുടേതായിട്ടുള്ള കൾച്ചറും ആ സ്ഥലത്തിൻ്റെതായിട്ടുള്ള കൾച്ചറും അവരുടെ സ്റ്റേയ്സും കാര്യങ്ങളൊക്കെ കൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും കൂടുതലും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഒരാൾ സമീപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രാവൽ മൊത്തത്തിൽ ക്യൂറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും? നമ്മൾ ഫസ്റ്റ് ആദ്യം വിളിക്കുമ്പം ഓരോ ആൾക്കാരുടെയും പേർപ്പസ് ഡിഫറെൻ്റ് ആയിരിക്കും ട്രാവലിനുള്ള. ചില ആൾക്കാർക്ക് ജസ്റ്റ് ഒരു വെക്കേഷൻ പോലെ ഒരുപാട് വർക്ക് ചെയ്ത് എക്സോസ്റ്റ് ചെയ്ത് നമുക്കൊരു ജസ്റ്റ് ഒരു 3 days വെക്കേഷൻ ആണ് എന്നുള്ള രീതിയിലാണെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു ക്യൂറേഷൻ ആയിരിക്കും വരുന്നത്. നമ്മളുടെ എക്സ്പീരിയൻസസും കാര്യങ്ങളും അതനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് കുറെ കൂടെ ഡിസ്കവർ ചെയ്യണം, ഇൻഡൽജ് ചെയ്തിട്ടുള്ളൊരു ട്രാവലാണ് വേണ്ടത്, കുറച്ചും കൂടെ ലൈക്ക് 15 to 20 days ഒക്കെ എടുത്തിട്ടുള്ള ട്രാവലാണ് വേണ്ടെങ്കിൽ അതുപോലത്തെ ഒരു രീതിയിലായിരിക്കും അവരുടെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നമ്മൾ പാക്കേജ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് ഷാംലിൻ ഫസ്റ്റ് ഇങ്ങനെ ട്രാവലിംഗ് ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്ത് മുമ്പോട്ട് പോയത്, തുടങ്ങിയത് എപ്പോഴായിരുന്നു? ആക്ച്വലി എനിക്ക് കൊച്ചിലോട്ട് എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു ഇതായിരുന്നു. അപ്പം പിന്നെ ഒരുപാട് സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ വായിക്കുന്ന മാഗസീൻസും കാര്യങ്ങളൊക്കെ വരുമ്പം വായിക്കാറുണ്ടായിരുന്നു. പിന്നെ 12th ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഞാൻ എക്സ്പീരിയൻസിനായിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ട്രാവൽ ചെയ്യുമായിരുന്നു. ലൈക്ക് ഒരു ഇങ്ങനെ ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റീവായിട്ടായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇമ്പൾസീവായിട്ടായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തോന്നുമ്പം യാത്ര ചെയ്യുക എന്നുള്ളൊരു മൂഡായിരുന്നു. അപ്പം അങ്ങനെ പോയി എൻ്റെ ഒരു ഫസ്റ്റ് ഈ ഒരു എക്സ്പീരിയൻഷ്യൽ ക്യൂറേറ്റർ അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ക്യൂറേഷൻ ചെയ്യണമെന്ന് തോന്നിയൊരു സംഭവം വന്നിരിക്കുന്നത് ആക്ച്വലി ഞാൻ ഹിമാചലിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഞാൻ ലൈക്ക് ഒരു റെയിൻബോ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുകയും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ഉള്ളൊരു തയ്യാറെടുപ്പ് തുടങ്ങുകയും ചെയ്തു. അപ്പം ഇത് ആക്ച്വലി ഒരു 28 ഡേയ്സിന്റെ ഒരു ഗ്യാതറിംഗ് ആണ് വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആക്ച്വലി ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈമിലെങ്കിൽ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വേണ്ടി. ഇതിനെപ്പറ്റി എങ്ങനെ കേട്ടെ?
ഇപ്പൊ ഈ ഗ്രൂപ്പ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കൂടുതലും യാത്ര ചെയ്യുന്നതിൽ കമ്മ്യൂണിറ്റീസിനെയും ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആളാണ് എൻ്റെ അടുത്ത് ഈ ഇങ്ങനെ ഒരു ഗ്യാതറിംഗ് ഉണ്ട്, പറ്റുവാണെങ്കിൽ പോകണം എന്നുള്ളൊരു രീതിയിൽ പറയാനായിട്ട്. അപ്പോൾ അതിന്റെ ട്രാവലിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സമയത്തായിരുന്നു ഇതിനെക്കുറിച്ച് ഞാൻ കേൾക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പൊ എങ്ങനെയാണ് അപ്പം നമ്മളുടെ പാർവതി വാലി എന്ന് പറഞ്ഞ ഹിമാചലില് പാർവതി വാലിയിൽ ബുൻബുനി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ ഒരു എക്സ്പീരിയൻസ് നടക്കുന്നത്, ഗ്യാതറിംഗ് നടക്കുന്നത്. അപ്പൊ പോകുന്നത് ഭയങ്കര ട്രിക്കിയാണ്. ആ സമയത്ത് ആക്ച്വലി ഒരു റോക്ക് ബാലൻസ് വെക്കും, ഒരു 3 കല്ലുകൾ ഇങ്ങനെ വെക്കും. അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പം അവിടെ നമ്മളിങ്ങനെ തപ്പി ഏകദേശം ഒരു 4 to 5 കിലോമീറ്റേഴ്സ് ഇങ്ങനെ ഒരു യാത്രയാണ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. അത് എത്തിപ്പെടുമ്പോൾ നമ്മൾ അവിടെ ചെന്നെത്തുമ്പോൾ ഒരു വലിയ ഫാമിലി ആക്ച്വലി ഒരു ലോകത്തുനിന്ന് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റബിൾ പരിപാടിയാണ്. അവർക്ക് അങ്ങനെ ഒരു പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല, ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, ചാർജിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുൾ കംപ്ലീറ്റ് നേച്ചറായിട്ട് റോ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും വരുന്നത്. ആൻഡ് അവിടെ വരുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന ഗ്രോസറീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ കുക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. കംപ്ലീറ്റ്ലി നേച്ചർ ആയിട്ടൊരു ഡീറ്റോക്സ്. അപ്പം ഇങ്ങനത്തെ ഒരു റോ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവാൻ തുടങ്ങിയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ഫോളോ അപ്പ് കൊണ്ടുവരണം, ലൈഫിൽ ചേഞ്ചസ് വരണം എന്നൊക്കെയുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു എക്സ്പീരിയൻഷ്യൽ ക്യൂറേഷൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് വരുന്നതാണ്. അവിടുത്തെ ആൾക്കാരാണെങ്കിലും ഭയങ്കര കൈൻഡായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത്രയും മാത്രം നോളേജ് ആണ് അവിടെ ഉള്ളത്. ലോകത്തുനിന്ന് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുടെ എക്സ്പോഷ്യറാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ട്രാവലിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് അവരവരുടെ കഥകൾ പറയുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുമായിരുന്നു. പിന്നെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇതുപോലെ ലൈക്ക് ആ ടൈമിൽ വെൽനസ് കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടികൾ കാര്യങ്ങൾ അവിടെ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും. അപ്പം അതിനകത്തൊക്കെ ഇൻഡൽജ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്മളുടെ എക്സ്പോഷർ കൂട്ടാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഒരാൾക്കൊരു ഒതന്റിക് ആയിട്ടൊരു ട്രാവൽ ചെയ്യാൻ പറ്റുക? എന്നെ സംബന്ധിച്ച് ഞാൻ ആക്ച്വലി നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പൊതുവേ ഞാൻ യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ വീടുകളിൽ താമസിക്കാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ഹോം സ്റ്റേസിൽ താമസിക്കാൻ പറ്റുവാണെങ്കിൽ അവരുടെ കൾച്ചറായിട്ട് കുറച്ചും കൂടെ അടുത്തുള്ള ആർട്ട് ഫോംസ് കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാൻ പറ്റുവാണെങ്കിൽ അതിനെക്കുറിച്ച് പോവുക. ഞാൻ ആദ്യം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. എന്താണ് ഈ സ്ഥലത്തുള്ള നമ്മൾക്ക് എക്സൈറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, ഹിഡൻ ആയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പം ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആയിട്ട് കുറേ കൂടെ ഇൻഡൽജ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവരോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ ഒരു ഓപ്പൺ അപ്പ് ആവും നമ്മുടെ അടുത്ത് കുറേ സ്ഥലങ്ങളെ പറ്റി, അധികം ആൾക്കാരെ പറ്റി അറിയാത്ത സ്ഥലങ്ങളെ പറ്റി. അപ്പം നമ്മൾ ഈ അടുത്ത് നമ്മൾ തവാങ്ങിലേക്ക് പോയപ്പം തവാങ്ങിൽ നമ്മൾ കുറച്ച് നാൾ താമസിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ ഇതുപോലെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത കുറേ സ്ഥലങ്ങളെ കുറിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ പോകുന്ന വഴിയും. നമുക്ക് പോകുന്ന വഴിക്ക് ഈ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കാണുന്നത്, അരുവി പോലെ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പം അതുപോലെ തന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഓട്ടം ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് പോകുന്നത് നമ്മൾ. അപ്പം കാണാൻ വേണ്ടിയാണെങ്കിലും ഫുള്ള് മരങ്ങളുടെ ഇലകളൊക്കെ ആണെങ്കിൽ ഡിഫറെന്റ് കളേഴ്സ് ആണ്. വേറൊരു രാജ്യത്ത് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് എത്തിയ തന്നെ എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ഈ സോളോ ട്രാവലിംഗ് സേഫ് ആണോ ഇന്ത്യയിൽ? സോളോ ട്രാവലിംഗ് സേഫ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലേസ് വേർ യു ആർ ട്രാവലിംഗ് ആക്ച്വലി. ഇപ്പം നമ്മൾ യാത്ര ചെയ്യാൻ നേരത്ത് സോളോ ട്രാവലിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാം, എങ്ങോട്ട് വേണമെങ്കിലും പോവാം, എപ്പോൾ വേണമെങ്കിലും പോവാം, ഏത് സമയത്ത് വേണമെങ്കിലും പോവാം. അപ്പം അങ്ങനെ യാത്ര ചെയ്യുന്നതിനകത്ത് നമുക്ക് ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു തരുന്നത്. പിന്നെ സോളോ ട്രാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സോൾഫുൾ ട്രാവലാണ്. നമ്മളുടേതായിട്ടുള്ള ഒരു റിഫ്ലക്ഷനാണ് എല്ലായിടത്തും കാണുന്നത്. നമ്മൾ പോയി മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആണെങ്കിലും സ്പെഷ്യലി നമ്മൾക്ക് അതിനൊരു സ്റ്റോറി ഉണ്ടായിരിക്കും. പിന്നെ ഇത് ആക്ച്വലി നമ്മൾ ചെയ്യാൻ നേരത്ത് നമുക്കൊരു ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് തോന്നില്ല. നമുക്കൊരു സമയത്ത് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ തോന്നുമ്പോൾ യെസ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ചില സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഷേഡി ആയിട്ട് തോന്നും, നമുക്ക് അവിടെ ട്രാവൽ ചെയ്യണ്ട എന്ന് തോന്നും. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ചെറിയ ഡാർക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇപ്പം സോളോ ട്രാവലിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യും, നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്യും.
ഇതിനകത്ത് ഇപ്പം ഒരുപാട് നമ്മളുടെ യാത്ര എക്സ്പീരിയൻസിൽ തന്നെ നമ്മൾ പല ആൾക്കാരും ഈ സ്കാമിൽ പെട്ടു, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസസ് വേറെ രീതിയിലേക്കായി പോകുന്നു എന്നൊക്കെയുള്ള ഒരു രീതിയുണ്ട്. അപ്പം അങ്ങനത്തെ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ കുറെ കൂടെ അവെയർ ആയിരിക്കുക, നമുക്ക് എന്താണ് ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് അതനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റണം. ഈ സോളോ ട്രാവൽ നമ്മൾ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിരിക്കണം ഈ ഒരു പരിപാടി പോകാൻ നേരത്ത്. പിന്നെ സോളോ ട്രാവൽ എല്ലാവരും പറയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഡെഫിനറ്റ്ലി ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് സ്ട്രെങ്ത് വർദ്ധിക്കും, നമ്മളുടെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് ലോൺലിനെസ് എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ട്. അപ്പൊ ഈ ലോൺലിനെസ് എന്ന് പറഞ്ഞ സംഭവം വരുമ്പോൾ പൊതുവെ ഹോം സിക്നെസ് എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാവാം നമുക്ക്. ലൈക്ക് കുറേ നാളായിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇതൊരു എപ്പോഴും യാത്ര എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഹൈ ഉള്ള ഒരു പരിപാടി മാത്രമല്ല, ഇതിനകത്ത് ലോയും ഉണ്ട് ഹൈയും ഉണ്ട്. നമുക്ക് എപ്പോഴും സ്ട്രഗിൾസോ അല്ലെങ്കിൽ ചലഞ്ചസ് ഇങ്ങനെ വരാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം അത് നേരിടാനുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്ത് പോവുക. ആൻഡ് ലൈക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴും നമ്മൾ പൊതുവേ ആൾക്കാരുടെ അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഹോസ്റ്റൽസിൽ ആയിരിക്കും കൂടുതൽ സ്റ്റേ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഇത് വരുമ്പോൾ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഓഫ് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ സോളോ ട്രാവലിന് എപ്പോഴും ബെസ്റ്റും അങ്ങനത്തെ ഒരു സംഭവം തന്നെ ആയിരിക്കും. നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയും അല്ലെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പരിചയപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതിനകത്തു നിന്ന് ഉണ്ടാവുന്ന നമുക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവും. ആൻഡ് എപ്പോഴും സോളോ ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കില്ല. നമ്മളുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് കണ്ടുമുട്ടുന്ന ആൾക്കാർ അവർ നമ്മളുടെ ഫ്രണ്ട്സ് ആവും, അവരായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ. ഇപ്പം പൊതുവെ ഗേൾസിന് എപ്പോഴും ഈ സോളോ ട്രാവൽ അല്ലെങ്കിൽ ട്രാവൽ തന്നെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുന്നത് ഈ സേഫ്റ്റിയുടെ പേരിലാണ്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും? ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഫ് ദേ ഫീൽ ലൈക്ക് ഗോയിങ് ആൻഡ് ദേ ഷുഡ് ഗോ. ആക്ച്വലി അതിനകത്ത് ഇപ്പോൾ മുമ്പും ഒരുപാട് ഫീമെയിൽ ട്രാവലേഴ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ ഫ്രീക്വൻസി കൂടി വരുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണെന്ന് തോന്നുന്നുണ്ട്. അതിനുവേണ്ടി മുമ്പോട്ട് ഇറങ്ങുന്ന ആളുകൾ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്യാൻ തന്നെ വേണം. ഇപ്പം ഒരുപാട് ആൾക്കാർ എപ്പോഴും നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയും സ്നേഹം കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷെ അത് കാരണം തന്നെ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മളുടെ ലൈഫ് തന്നെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട്, നമ്മൾ കാണാറുണ്ട് നമ്മളുടെ സൊസൈറ്റികളിൽ തന്നെ. പക്ഷേ ഐ തിങ്ക് എവ്രിബഡി ഷുഡ് ട്രാവൽ. ആൻഡ് ആ ട്രാവലിൽ നിന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അതൊരിക്കലും ലൈക്ക് വേറെ ഒരു ഇതിനകത്ത് നിന്ന് കിട്ടണമെന്നില്ല. അപ്പം അത് നമുക്ക് ഈ ട്രാവൽ തന്നെയാണ് ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷനാണ് നമുക്ക് കിട്ടാൻ പറ്റുന്നത്, ഒരു പ്രാക്ടിക്കൽ എഡ്യൂക്കേഷനാണത്. അപ്പം അത് നമ്മൾക്ക് ഒരു വിഭാഗം ആൾക്കാരെ മാത്രം ഇതിൻ്റെ സേഫ്റ്റി കൺസേൺ പറഞ്ഞിട്ട് മാറ്റിവെക്കുന്നത് ലൈക്ക് ഒട്ടും നല്ലതല്ലെന്ന് തോന്നുന്നു. കാര്യം അവരുടെ ലൈഫിൽ തന്നെ പിന്നീട് ഇമ്പാക്ട് ചെയ്യാം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൊണ്ട്, ഒരു നല്ലൊരു യാത്ര കൊണ്ട് അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയൊരു യാത്രയാണെങ്കിൽ അവർ ചെയ്തിട്ട് തിരിച്ചു വരുമ്പം അവരുടെ അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ലൈക്ക് തിരിച്ചു വരുമ്പോൾ ആ സേഫ്റ്റി കൺസേൺസ് പതിയെ ഇല്ലാണ്ടായി നമ്മൾ അങ്ങനെ യാത്ര ചെയ്ത് മാറുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ ഫാമിലീസിലാണെങ്കിലും നമ്മൾ ഇതുപോലെ യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവർക്കും കൺസേൺസും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം യാത്ര ചെയ്താണ് അത് മാറി വരുന്നത് പതിയെ. ഓക്കെ. ഈ ഫീമെയിൽ സേഫ്റ്റിനെ പറ്റിയിട്ട് എല്ലാവരും പറയാറുണ്ട്. മെയിൽ സേഫ്റ്റി എത്രത്തോളം ഉണ്ട്? ആൺകുട്ടികൾ എത്രത്തോളം സേഫ് ആണ് ഈ സോളോ ട്രാവലിൽ? ഇറ്റ് ഡിപ്പെൻസ്. നമ്മൾ പോകുന്നൊരു സ്ഥലം പോലെയാണ് ഇരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ആൾക്കാരുണ്ടാവാം. അപ്പൊ അങ്ങോട്ടേക്ക് പോയി പെടുമ്പോൾ അപ്പം നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഉണ്ടാവാം എന്നുള്ളത്. പിന്നെ എന്തൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഈ പ്ലാനിങ് ഒക്കെ ബ്രേക്ക് ആവും എന്തായാലും പോകുമ്പോൾ. അപ്പം ആ ബ്രേക്ക് ആവുമ്പം അതിനാണ് അതിന്റെ ഒരു രസം എന്ന് എനിക്ക് തോന്നുന്നത്. ആ മാജിക് ഇരിക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പം ഇതുപോലത്തെ ഒരു സ്ട്രഗിൾസ് വരുമ്പം നമ്മൾക്ക് ഫേസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈക്ക് രാത്രി കാലങ്ങളിൽ ഒരു 8 o'clock എന്നൊക്കെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കുറച്ച് ലൈക്ക് ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും രാത്രി സമയങ്ങൾ ഒട്ടും സേഫ് ആയിരിക്കില്ല യാത്ര ചെയ്യാൻ വേണ്ടി. അങ്ങനെയുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കുക, എപ്പോഴും ഡേ ടൈമിൽ യാത്ര ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം ഈ ഒരു ഏർലി 20s ഉള്ളവർക്ക് ഭയങ്കര ഈ ഫിനാൻഷ്യൽ പ്രശ്നം കാരണം ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും അവർ കൂടുതൽ ഫേസ് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് എന്താ ഒരു ഓപ്ഷൻ ഉള്ളത് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്?
ഈ ഒരു ലൈക്ക് കോളേജ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന ഒരു സമയത്തൊക്കെ ആക്ച്വലി നമ്മളുടെ സ്കിൽ സെറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റിയൊരു ടൈം പീരീഡാണ്. ഈ ടൈം പീരീഡിൽ നമുക്ക് ആക്ച്വലി പ്രോപ്പർലി ഇപ്പം ഒരുപാട് ആൾക്കാർ വോളണ്ടിയറിങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് യാത്ര ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വോളണ്ടിയറിങ്ങിന് അപേക്ഷിക്കാം. ലൈക്ക് നമുക്ക് അവരുടെ അടുത്ത് തിരക്കിയിട്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, കൊളാബ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്റ്റൽസിലേക്ക് ട്രാവൽ ചെയ്യാം. ഇപ്പം കേരളത്തിലാകട്ടെ പുറത്താവട്ടെ ഇന്ത്യയിൽ ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട്. ഇപ്പം നമുക്ക് അടിപൊളി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്റ്റൽസ് ഉണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ്. ഇപ്പം നമ്മൾ തന്നെ യാത്ര ചെയ്യുമ്പം ഈ ഹോസ്റ്റൽസിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫ്രീ സ്റ്റേ, ഫ്രീ ഫുഡ് എന്നൊക്കെ തരുന്ന രീതിയിലുള്ള വോളണ്ടിയറിങ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അപ്പം ഈ ലൈക്ക് കോളേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ, പല ആൾക്കാർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ഹോസ്റ്റൽ എന്നുള്ളൊരു ലൈക്ക് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആവാം, ഒട്ടും ഒരു ഫ്രീ സ്പേസ് ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെയുള്ള ഫെസിലിറ്റീസ് വരുമ്പോൾ ഭയങ്കര വേർത്ത് ഇറ്റ് ആണ്. ഇപ്പം കേരളത്തിൽ ബിലോ 500 തന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളും ഫെസിലിറ്റീസ്, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. അപ്പം ഹോസ്റ്റൽസിന്റെ ലൈക്ക് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഭയങ്കര നല്ല രീതിയിലാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ദേ ക്യാൻ ചൂസ് ദാറ്റ്. പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ ആണ് പിന്നെ അതേപോലെ തന്നെ എക്സ്പെൻസ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ നോക്കുമ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഷെയർ ടാക്സീസ് അവൈലബിൾ ആണ്. എവിടെ പോയാലും നമുക്ക് ഷെയർ ടാക്സി എന്നുള്ളൊരു നമുക്ക് ഷെയർ ടാക്സി അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഈ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ടാക്സി എടുക്കുന്നതിൻ്റെ 10% മാത്രമേ ഉണ്ടാവുള്ളൂ പ്രൈസ് ഷെയർ ടാക്സി എടുക്കുകയാണെങ്കിൽ. അപ്പം ദേ ക്യാൻ ട്രാവൽ ലൈക്ക് ദാറ്റ്. വളരെ ബഡ്ജറ്റ് കട്ട് ഡൗൺ ചെയ്തിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പം ഈ ഹോസ്റ്റൽസ് എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ഇപ്പൊ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ഉണ്ട്. ഇപ്പം ഹോസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഹോസ്റ്റൽ വേൾഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്താണെങ്കിലും എവിടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, ആ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തുള്ള എല്ലാ ഹോസ്റ്റൽസും നമുക്ക് അവിടെ അതിനകത്ത് ആ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. അതിനകത്തൂടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഹോസ്റ്റലിലാണ് പോകേണ്ടത് ആ ഹോസ്റ്റലിലേക്ക് കോൾ ചെയ്ത് അവിടുത്തെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഈ ഫാമിലീസ് ട്രാവൽ ചെയ്യുന്നതിന് എന്തൊക്കെയാ അവർ ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പം ഒരുപാട് എക്സ്പീരിയൻഷ്യൽ സ്റ്റേസ് നമുക്ക് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെ പുറത്താണെങ്കിലും നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എടുക്കാം. റാദർ എപ്പോഴും നമ്മൾ ഈ ഹോട്ടൽസ് അങ്ങനത്തെ ഒരു സംഭവം എടുക്കാണ്ട്, അതും നല്ലതാണ് ആക്ച്വലി. ഹോട്ടൽസ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം യൂസ് ചെയ്യണമെങ്കിൽ ലൈക്ക് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഉള്ളൊരു ഇതെടുക്കാം. ഇല്ലെങ്കിൽ അവർക്കൊരു എക്സ്പീരിയൻഷ്യൽ സംഭവമായിട്ട് പോവാം. ലൈക്ക് ഇങ്ങനെ നമുക്കൊരു ഫാമിലിയുടെ ഒരു ഇത് എൻക്വയറി അങ്ങനത്തെ ഒരു അവർക്ക് എവിടെയെങ്കിലും പോകണം എന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും അവരെങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസ് ആണ് അവർക്ക് താല്പര്യം എന്നൊക്കെ. അപ്പം അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു സ്ഥലങ്ങൾ ചൂസ് ചെയ്യുന്നതും അവരുടെ എക്സ്പീരിയൻസസ് എടുക്കുന്നതൊക്കെ. ഓക്കെ. ഇപ്പം ഒരു ലേറ്റ് 20s ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാകാം, ടൈം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഈ ഒരു ട്രാവലിന്റെ ഒരു രീതി ടാക്കിൾ ചെയ്യാൻ പറ്റുക അവർക്ക്? എനിക്ക് തോന്നുന്നു ആക്ച്വലി ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഒരു വട്ടം ട്രാവൽ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസത്തേക്കെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും യാത്ര ചെയ്യണം. യാത്ര ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾക്ക് തിരിച്ചു വരാൻ നേരത്ത് ഒരു പുതിയൊരു എനർജി ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ, സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാറി തിരിച്ചു വരുമ്പോൾ ഒരു പുതിയൊരു എനർജി ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ബാക്കിയുള്ളവരോടുള്ള ഒരു ഇടപെടലിൽ തന്നെ ആ ഒരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഇപ്പം നമുക്ക് ലൈക്ക് ഇവിടെ കേരളത്തിൽ തന്നെയാണെങ്കിലും ചെറിയ ചെറിയ ആക്ടിവിറ്റീസും ഇവന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ലൈക്ക് നമ്മളുടെ തന്നെയാണെങ്കിൽ ഇപ്പം കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു 1 day പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു എക്സ്പീരിയൻഷ്യൽ ക്യൂറേഷൻ എങ്ങനെയാണെന്ന് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് നമുക്കൊരു 1 day നമ്മളുടെ ഒരു സ്ട്രേഞ്ചേഴ്സ് മീറ്റ് പോലത്തെ ഒരു പ്രോഗ്രാമിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുമ്പളങ്ങിയിലെ ആൾക്കാരായിട്ടുള്ള ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്റൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വരുമ്പോൾ തൊട്ടുള്ള ലൈക്ക് അവരുടെ ഇപ്പം ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇന്റൽ ചെയ്ത് അവരുടെ കഥകൾ കേൾക്കുന്നതും അവരുടെ കൂടെ തന്നെ യാത്ര ചെയ്ത് നമുക്ക് ആ സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ അവരുടെ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും മൊത്തത്തിൽ നമ്മൾ ആ സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് വേറെ തന്നെ ഒരു ഫീലാണ്. ഇപ്പം കവറുള്ള സമയമാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരില്ലാതെ നമുക്ക് ഈ കവറുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് അങ്ങോട്ടേക്കാണ് നമ്മൾ പോവുക.
എന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഗ്യാതറിങ്സ് ഇവന്റ്സ് എല്ലാം ഉണ്ടെങ്കിൽ അതിനകത്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറി ഓഫ് ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചുകൂടെ ഒന്ന് റിഫ്രഷ് ആയിട്ടൊക്കെ വരാൻ വേണ്ടി. അതെ അതെ. എങ്ങോട്ടായിരുന്നു ശ്യാമിന്റെ ലാസ്റ്റ് ട്രാവൽ? എൻ്റെ ലാസ്റ്റ് ട്രാവൽ വന്ന് നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത്. 2 to 3 months ഞങ്ങൾ അവിടെ യാത്ര ചെയ്ത് പല പല സ്ഥലങ്ങളിലേക്ക് സ്കൗട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. അപ്പം ആ യാത്രയിൽ ആക്ച്വലി നമുക്ക് ഇപ്പം ലൈക്ക് ഒരു 3 months ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ ഒരു 20 days 30 days എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഇതുവരെ മറക്കാത്ത ശ്യാമിലിന്റെ ലൈഫിൽ പോയിട്ടുള്ളതിൽ എല്ലാവരും വിസിറ്റ് ചെയ്യണമെന്ന് മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ, സജസ്റ്റ് ചെയ്യുക? ഇപ്പൊ ഞാൻ നോർത്ത് ഈസ്റ്റിൽ പോയത് കാരണം തന്നെ എനിക്ക് നോർത്ത് ഈസ്റ്റിൽ മിസോറാം മസ്റ്റ് വിസിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് ആക്ച്വലി. കാര്യം നമ്മളുടെ ഒരു ടെറൈനിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അവര് ജീവിക്കുന്നത് വേറെ തന്നെ ഒരു ലൈക്ക് അവരുടെ അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഹോണും കാര്യങ്ങളും നമ്മളുടേതായിട്ടുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ടല്ലോ ലൈക്ക്. അപ്പോൾ അവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ആൾക്കാരങ്ങനെ ഹോൺ അടിക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ട്രാഫിക് ഒക്കെ ഫോളോ ചെയ്ത് ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പം ആ സ്ഥലങ്ങളാണെങ്കിലും ഭയങ്കര ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആൾക്കാരുടെ സ്റ്റാൻഡേർഡ്സ് അവരുടെ ഫാഷൻ സെൻസ് ആണെങ്കിലും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്നാൽ ഇവർ കോ എക്സിസ്റ്റ് ചെയ്യുന്നത് നേച്ചറും മനുഷ്യരും തമ്മിൽ എങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഒരു ഫൈൻ ലൈൻ നമുക്ക് അവിടെ മനസ്സിലാവും അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ലൈക്ക് നമുക്ക് പോകാൻ പറ്റുന്ന അവർ ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളാണെങ്കിലും വളരെ നൈസായിട്ട് അവർ അവർ വളരെ നൈസായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും സ്ഥലങ്ങളൊക്കെ. അങ്ങനെ ട്രാഷോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പോകുന്ന സ്ഥലങ്ങളിലൊന്നും കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി നാഗാലാൻഡിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ലൈക്ക് എല്ലാ കൊല്ലവും ഹോൺബിൽ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ അവിടെ നടക്കും. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. അവിടെ നമുക്ക് 17 ട്രൈബ്സ് ആണ് ഉള്ളത്. ഈ 17 ട്രൈബ്സിൻ്റെ അവരുടേതായിട്ടുള്ള ഡാൻസസ്, ആർട്ട് ഫോംസ്, കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഈ നേച്ചറായിട്ട് ഉള്ള അവരുടെ വാർ ക്രൈസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കോൾസ് ഉണ്ട്. അതെല്ലാം ഭയങ്കര നമുക്ക് ഇങ്ങനെ ഉള്ളിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അവരുടെ. അപ്പം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നാഗാലാൻഡ് എന്നുള്ള സ്ഥലത്തേക്ക് എത്തണം. പിന്നെ ഉള്ളതാണ് സൂക്കു വാലി എന്ന് പറഞ്ഞ ഒരു ട്രെക്കാണത്. നാഗാലാൻഡിൽ തന്നെ ഉള്ള ഒരു അത്യാവശ്യം അവിടെ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ട്രെക്കാണ്. ആൻഡ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ട്രെക്കാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പം ലൈക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടി. അത് ഡെഫിനറ്റ്ലി നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ടൈം ഉണ്ടെങ്കിൽ സൂക്കു വാലി ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ മേഘാലയനെ പറ്റി പറയുകയാണെങ്കിൽ, മേഘാലയ വരുമ്പോൾ ആക്ച്വലി ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഇങ്ങനൊരു സ്ഥലം ലൈക്ക് വിസ്ലിംഗ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് അവർ പറയുന്നത് മേഘാലയയിലുള്ള ഒരു സ്ഥലമാണ് ആക്ച്വലി. കോങ്തോങ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ആക്ച്വലി. അപ്പം ആ കോങ്തോങ്ങിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ഒരു വിസിൽ നെയിമാണുള്ളത്. അപ്പം അവർ ജനിക്കുന്ന സമയത്ത് അവരുടെ അമ്മ അവരുടെ കുട്ടിക്ക് ഒരു മെലഡിയാണ് ഇടുന്നത് പേരായിട്ട്. അപ്പം അവർക്കൊരു ട്രഡീഷണൽ നെയിമാണ് ആ സംഭവം. അപ്പൊ അവരെ കോൾ ചെയ്യുന്നത് ആ ഒരു പേര്, ആ ഒരു വിസിൽ വെച്ചിട്ടാണ് അവരെ വിളിക്കുന്നത്. കോമഡി ആയി പോകുന്നറിയില്ല, മറ്റേ ബാംബു ബോയ്സിലൊക്കെ ഉള്ള പോലത്തെ അങ്ങനത്തെ സൗണ്ടാണോ? ലൈക്ക് അവർക്ക് അതൊരു ലൈക്ക് ബാംബു ബോയ്സിലെ പോലെയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ലൈക്ക് നമുക്ക് കുറച്ചുകൂടെ ലൈക്ക് അവരുടേതായിട്ടുള്ള ഒരു അമ്മയുടെ സ്നേഹം എന്നാണ് അവർ പറയണത്. ലൈക്ക് അതിനെ ഇതാക്കിയിട്ട് നേച്ചർ ഫീലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ പേരിന് പകരം ഒരു ഈ കുക്കു 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 എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവങ്ങളൊക്കെ അവര് ഓരോരോ ആൾക്കാർക്കും ഓരോ പേരാണ് ഇടുന്നത്. അപ്പം അത്രയും വലിയ അത് പേരാണ്. വേറെ പേരുണ്ടോ? വേറെയും പേരുണ്ടാവും, പക്ഷെ ഇതാണ് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പേര് വരുന്നത്. ഓ അടിപൊളി. അപ്പം അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് മേഘാലയയിലാണ്. അപ്പം മൗലിനോങ് എന്ന് പറഞ്ഞാണ് ആ വില്ലേജിന്റെ പേര് വരുന്നത്. അങ്ങനെ അപ്പം ഒരുപാട് ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളുണ്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ജീവിതം മാറ്റിമറിച്ച ഒരു ട്രാവൽ ചോദിച്ചാൽ ഏത് പറയും? എനിക്ക് ആക്ച്വലി എൻ്റെ ലൈഫ് മാറ്റിമറിച്ചത് ആക്ച്വലി ഞാൻ യാത്ര ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എനിക്കൊരു
പെയിൻഫുൾ എക്സ്പീരിയൻസസിലാണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ഇപ്പോൾ സോളോ ട്രാവൽ ഞാൻ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ് മെക്ലിയോഡ് ഗഞ്ച് ധർമ്മശാലയിലുള്ള സ്ഥലങ്ങൾ. ദോലാദാർ റേഞ്ച് എന്നാണ് പറയുന്നത്. ആ റേഞ്ചിൽ നമ്മൾ മെക്ലിയോഡ് ഗഞ്ച്, ധരംകോട്ട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടെ 2-3 മാസങ്ങൾ സ്റ്റേ ചെയ്ത് അവിടെ ഇപ്പം വെൽനെസ് ആയിട്ടുള്ള, നമുക്ക് ഈ ഒരു സെൽഫ് ഡിസ്കവറി എന്നൊക്കെയുള്ള രീതിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു മെക്ലിയോഡ് ഗഞ്ചും ധർമ്മശാല എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലങ്ങൾ. അപ്പം ഹിമാചൽ പ്രദേശിൽ തന്നെ ലൈക്ക് അധികം ആൾക്കാരൊന്നും പോകാത്ത ഒരു സ്ഥലമാണ് ആ ഒരു ഏരിയ. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദലൈലാമേൻ്റെ ഒരു സ്ഥലം കൂടെയാണ് ഈ ഒരു ധർമ്മശാല, മെക്ലിയോഡ് ഗഞ്ച് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ. അപ്പം അവർക്ക് കുറെ കൂടെ ടിബറ്റൻ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവിടെ താമസിക്കുമ്പോൾ ഓരോ ദിവസവും നമുക്കൊരു പ്യൂരിഫിക്കേഷൻ ഫീൽ ചെയ്യാം. അത്രമാത്രം വൈബുള്ളൊരു സ്ഥലമാണ് ഈ ഒരു. അവിടെ ട്രെക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ട്രീയുണ്ട് എന്ന് പറഞ്ഞൊരു ട്രെക്ക് വരുന്നുണ്ട്, കരേരി എന്ന് പറഞ്ഞൊരു ട്രെക്ക് വരുന്നുണ്ട്. അവിടെയൊക്കെ പോകുമ്പം അധികം അൺടച്ച്ഡ് ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇല്ലീഗൽ ആയിട്ടുള്ള ഈ പറഞ്ഞ കഞ്ചാവ് പോലത്തെ സംഭവങ്ങളൊക്കെ അവിടെ നോർത്തിൽ ഭയങ്കര സുലഭമായിട്ട് ലഭിക്കുമെന്നും അവിടെ ഭയങ്കര ലോക്കലി എന്നിട്ട് കുറേ വീഡിയോസും റീൽസും ഒക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട് പേഴ്സണലി. അപ്പോൾ അതൊക്കെ ശരിക്കും ശരിയാണോ? ആക്ച്വലി അവർക്ക് അവിടെ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതിനകത്ത് വരുമ്പോൾ ഇപ്പോൾ ഹോളി ഫെസ്റ്റിവൽ വരുമ്പോഴാണെങ്കിൽ, ശിവരാത്രി അങ്ങനത്തെ ഇത് വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഫാമിലീസിൽ ഈ ബാങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാറുണ്ട്. അപ്പം അത് ബാങ് ഉണ്ടാക്കുന്നത് ആക്ച്വലി അവർക്ക് ലൈക്ക് ഇതൊരു അവരുടെ കൾച്ചറിന്റെയും ട്രഡീഷന്റെയും ഒക്കെ ഭാഗമായിട്ട് മുമ്പ് കാലങ്ങൾ തൊട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ബാങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നതും അവർ ആ ഒരു ഫെസ്റ്റിവൽ ടൈമൊക്കെ ആകുമ്പോൾ എല്ലാ ആൾക്കാരായിട്ട് ഇത് ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ കറന്റ് വരുമ്പോൾ അതിൻ്റെ ഒരു സംഭവം കുറഞ്ഞാണ് വരുന്നത്. ഇപ്പം നമ്മളുടെ ജയ്സാൽമറിലാണെങ്കിലും, ജയ്സാൽമറിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ബാങ് ഷോപ്സ് ഉണ്ട്. വാരണാസിയിലും അതേപോലെ തന്നെ ഉത്തർപ്രദേശിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ബാങ് ഷോപ്സ് ഉണ്ട്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മേടിച്ച് കുടിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇത് ആക്ച്വലി ഇപ്പം ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് മാത്രമായിട്ട് ട്രാവൽ ഇതിനു വേണ്ടിയായിട്ട് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ആക്ച്വലി ഇത് എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആവണമെന്നില്ല, വർക്കൗട്ട് ആവണമെന്നില്ല. അതുപോലെ ഇത് ചെയ്തിട്ടുള്ള ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പം നമ്മളിത് ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് കുറെ ആൾക്കാർ എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് ലൈക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് രാജസ്ഥാനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ, ചില അമ്പലങ്ങളിലൊക്കെ ഇത് പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം കഞ്ചാവ് പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട്. അല്ലല്ല, പ്രോപ്പർ കഞ്ചാവായിട്ട് തന്നെ അവര് അതിന്റെ ഇലകള് പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി യാത്ര ചെയ്യുന്ന ഇത് ഉൾപ്രദേശങ്ങളിലാണ് കൊടുക്കുന്നത്. ആക്ച്വലി ആക്ച്വലി അമ്പലത്തിന്റെ ചുറ്റുപാടും ഈ സംഭവം വളർത്തി ആണ്ട് പ്രസാദമായിട്ടാണ് ഇത് കൊടുക്കുക. നമ്മളവിടെ ചെല്ലുമ്പം എനിക്ക് ആക്ച്വലി ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. പ്രസാദം തരുന്ന സമയത്താണ് ഈ പുള്ളിക്കാരൻ ഇത് നമുക്ക് എടുത്ത് തരുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഓക്കെ ഈ സംഭവമാണ് തരുന്നത്. അപ്പൊ അത് കൊള്ളാലോ. മിക്കവാറും ആ അമ്പലം ഏതാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നാളെ തൊട്ട് ആ അമ്പലത്തിലേക്ക് ആൾക്കാർ ഒരുപാട് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ആക്ച്വലി അവിടെ വളർത്തുമ്പോ ഇവര് പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് വളർത്തുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു കസ്റ്റമാണ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പാലൊഴിക്കൂ, അങ്ങനെയാണ് പുള്ളി പറയണത്. നമ്മള് പാലൊക്കെ ഒഴിച്ച് അതിനെ ഇത് ട്രീറ്റ് ചെയ്യുന്നതൊക്കെ ആ ഒരു രീതിയിലാണെന്നാണ് പറയണത്. അപ്പം എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അയാൾ പറഞ്ഞ നോളജ് മാത്രമേ എനിക്ക് ഉള്ളൂ ഇതിനെ പറ്റി. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് തന്നെ ഞാൻ സ്റ്റണ്ടായിരുന്നു അവരിങ്ങനെ ഈ സംഭവം തരുമ്പോ. പിന്നെ ഒബ്വിയസ്ലി ഇതേപോലെ തന്നെയാണ് ആക്ച്വലി കുംഭമേളയുടെ എക്സ്പീരിയൻസ്. ഇപ്പം കുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൾച്ചർ നമുക്ക് ലൈക്ക് പല പല സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. ഇവരോട് അത് ലൈക്ക് ഇന്ത്യയുടെ പല കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കുംഭമേള. അപ്പൊ അവിടെ നമുക്ക് ഇപ്പം ഈ രാജസ്ഥാനിൽ നിന്നാണെങ്കിലും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഈ ട്രാക്ടറൊക്കെ ആയിട്ട് ആൾക്കാർ വരും, ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പം രാത്രിയെന്നില്ല പകലെന്നില്ലാത്ത രീതിയിൽ ഒരു ഫുൾ ജനപ്രവാഹമാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനൊരു നോൺ സ്റ്റോപ്പാണ്.
മില്യൺസ് ഓഫ് ആൾക്കാരാണ് അവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ലൈക്ക് ഭൂമിയിൽ തന്നെ ഏറ്റവും ലൈക്ക് ഒരു ഏറ്റവും വലിയ ഹ്യൂമൻ ഗ്യാതറിംഗ് ആണ് കുംഭമേള. അപ്പം അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ വികാരമാണ്. അപ്പം ഒരു ദിവസം തന്നെ അവിടെ സ്നാനമുണ്ട്. സ്നാനം ചെയ്യാൻ വേണ്ടി വരുന്ന മില്യൺസ് ഓഫ് ആൾക്കാരാണ് അത് വരുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അപ്പം അവിടെയൊക്കെ ആക്ച്വലി ഇവര് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനൊരു ലീഗൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അഗോറി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരോടൊന്നും അങ്ങനെ ലീഗലി ഇൻഡൽജ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് ഇതുവരെ അനുഭവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കാണാത്ത തരം ഹ്യൂമൻ ലൈഫ് നമുക്ക് അവിടെ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും പറ്റും. അപ്പം യാത്ര കൊണ്ട് ഇങ്ങനെ ഒരു തലം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം കഴിഞ്ഞ കുംഭമേള ഭയങ്കര ഒരു ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള കുംഭമേളയായിരുന്നു കഴിഞ്ഞ കുംഭമേള. അപ്പം അതിന് ആക്ച്വലി ഒരുപാട് ആൾക്കാർ ലൈക്ക് മുമ്പത്തേനേക്കാളും സാധാരണ കുംഭമേളേനേക്കാളും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ എക്സ്പീരിയൻഷ്യൽ ക്യൂറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഇപ്പൊ നോർമലായിട്ട് ഇപ്പം എനിക്കൊരു സ്ഥലത്ത് പോകണം, എന്തൊക്കെയായിരിക്കും അതിന്റെ ഒരു ഇൻപുട്സ് ശ്യാമലിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുക? ഇപ്പൊ ലാൻഡിംഗ് സെമിയോർണിയിൽ നമ്മൾ ആക്ച്വലി ഒത്തന്റിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം, നമ്മളുടെ അതിനകത്ത് നിന്ന് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനത്തെ തരമാണ് എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് പോകേണ്ടതെന്ന് അന്വേഷിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെയാണെങ്കിലും ഇന്ത്യയിൽ ലൈക്ക് ഏറ്റവും ഓതന്റിക് ആയിട്ടും പ്രിസ്റ്റീൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ നോക്കി അത് നമ്മൾ അങ്ങോട്ടേക്കുള്ള എക്സ്പീരിയൻസസ് ആണ് നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇന്ത്യയുടെ പുറത്തേക്ക് നമ്മൾ സ്ഥലങ്ങളിലേക്ക് ഈ എക്സ്പീരിയൻസസ് ചെയ്യാറുണ്ട്. ഇപ്പം ജസ്റ്റ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് തായ്ലൻഡിൽ കാവോസോക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പൊതുവേ ആൾക്കാർ പോകുന്നത് ഫുക്കറ്റ്, ക്രാബി, ബാങ്കോക്ക്, പട്ടായ, ചിയാങ് മൈ, ചിയാങ് റൈ എന്നൊക്കെ വിട്ടിട്ട് നമുക്ക് ആക്ച്വലി സൗത്ത് തായ്ലൻഡിൽ വരുമ്പോൾ കാവോസോക്ക് എന്ന് പറഞ്ഞ ഒരു നാഷണൽ പാർക്ക് വരുന്നുണ്ട്. ഈ നാഷണൽ പാർക്കിൽ നമ്മൾ ബാംബു റാഫ്റ്റ്സിലും അല്ലാതെ വുഡൻ ബോട്ട്സിലൊക്കെ നമ്മൾ ഉള്ളിലേക്ക് പോകും. ലൈക്ക് ലൈം സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഉള്ളിലേക്ക് പോയിട്ട് ലേക്ക് ബംഗ്ലാവ്സ് ഉണ്ടാകും. ഈ ലേക്ക് ബംഗ്ലാവ്സിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പീരിയൻസസ് അവിടെ തന്നെ. അപ്പം ഇവിടെ സ്റ്റേ ചെയ്യാൻ നേരത്ത് വേറെ ആരും ഉണ്ടാവില്ല. ആ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഏരിയ മൊത്തം നമ്മൾക്കും നമ്മളുടെ ആ ഒരു സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അവിടെ നമുക്ക് സ്വിം ചെയ്യാം, കയാക്ക് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്തിട്ട് പല കേവ്സ് വിസിറ്റ് ചെയ്യാം. അവിടുത്തെ ഇപ്പം കാടുകൾ വിസിറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ലോക്കൽ ഗൈഡ്സ് ഉണ്ടായിരിക്കും തായ്ലൻഡിൽ. അവിടുത്തെ ആ ഒരു സ്ഥലത്തുള്ളതായിട്ടുള്ള ലോക്കൽ ഗൈഡ്സ് അവർ നമ്മളെ കൊണ്ടുപോയി കാട്ടിൻ്റെ ഉള്ളിൽ അവരെങ്ങനെയാണ് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പോൾ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം അങ്ങനെ തരത്തിലുള്ള വേറൊരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ പുറം രാജ്യങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. തായ്ലൻഡ് മാത്രമല്ല, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് ഇങ്ങോട്ടേക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസസ്. ആൻഡ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്താൽ നമ്മൾ ഡയറക്റ്റ്ലി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഈ ലാൻഡിംഗ് സംവെയർ ന്യൂ എന്ന് പറയുന്ന ഒരു പേരിലോട്ട് എങ്ങനെ എത്തിയത്? ലാൻഡിംഗ് സംവെയർ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അവിടെ എത്തുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, ഇതിനെയാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് ലാൻഡിംഗ് സംവെയർ ന്യൂ എന്നുള്ളൊരു പേരിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പോൾ എന്തായാലും ലാൻഡിംഗ് സംവെയർ ന്യൂ എന്ന പേജിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള എക്സ്പീരിയൻഷ്യൽ ട്രാവലിന്. ഡെഫിനറ്റ്ലി. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നമ്മൾ പറഞ്ഞത് ആൾക്കാർക്ക് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ, അവരെ ഏതെങ്കിലും ഒരു രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്രാവൽ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയ എക്സ്പീരിയൻസ് നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ റീസെന്റ് ഇനി അടുത്തായിട്ട് കുമ്പളങ്ങിയിൽ ഇങ്ങനൊരു കുമ്പളങ്ങിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വീക്കെൻഡ്സിൽ എക്സ്പീരിയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ എക്സ്പീരിയൻസിൽ ആക്ച്വലി ഇപ്പം സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഭയങ്കര രസകരമായിട്ട് ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയൊക്കെ ഇൻഡൽജ് ചെയ്ത് അവരുടേതായിട്ടുള്ള, പിന്നെ ഈ വരുന്ന ആൾക്കാർക്ക് വോക്കിംഗ് ഇൻഡിവിജ്വൽസ് ഒക്കെ ആണെങ്കിൽ അവരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു കുമ്പളങ്ങിയിലെ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഒരുമിച്ച് ചില്ല് ചെയ്ത്, എന്നാൽ ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എക്സ്പീരിയൻസും കൂടെയാണ് കേട്ടോ. പൊതുവേ ആൾക്കാർ എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്ന് പറയുമ്പോൾ വിചാരിക്കുന്നത് ഭയങ്കര പ്രീമിയം ക്രൗഡ് മാത്രമായിരിക്കും വരുന്നത്. എന്നാൽ ഇത് നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് ക്രൗഡിനും കാറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു തരം എക്സ്പീരിയൻസ് ആയിരിക്കും ക്യൂറേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ കുമ്പളങ്ങിയിലെ ആണെങ്കിൽ പോലും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു ട്രാവലിന്റെ പ്രോപ്പർ ഒത്തന്റിക് ഫീല്
എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രാവൽ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. ഞാനും ഇടയ്ക്ക് ട്രാവൽ ചെയ്യാനൊക്കെ വരാം. ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. Thank നമുക്ക് വേണ്ട കുറേ ഇൻഫർമേഷൻസ്, എനിക്ക് തോന്നുന്നു ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ട കുറേ ഇൻഫർമേഷൻസ് ഇപ്പം ഷാംലിൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രചോദനമാവാനും. നമുക്കിത് എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക്, സാധാരണക്കാര് അല്ലെങ്കിൽ ഇപ്പം പൈസ കുറവാണ്, യാത്ര ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് എല്ലാവരും യാത്ര ചെയ്യണം. ആ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് തുറന്നു തരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് എന്ത് കാര്യത്തിലാണെങ്കിലും, ട്രാവൽ റിലേറ്റഡ് ഉള്ള എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മളുടെ പേജ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. യെസ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.